ಸತ್ತತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕತ್ತು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸತ್ತತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕತ್ತು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ എന്തായാലും വിവരക്കേടി MBBS എടുത്ത രേണു ചേച്ചിയുടെ നൃത്ത കലയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രേണു ചേച്ചിക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ വീഡിയോ കാണുക, അന്ന് തൊട്ട് ഇന്ന് വരെ ചേച്ചിയുടെ സ്റ്റെപ്പിന് വ്യത്യാസമൊന്നുമില്ല. പ്ലീസ് എന്തായാലും ഈ വീഡിയോ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഏത് നൃത്ത വിദ്യാലയത്തിലാണ് പഠിച്ചതെന്നൊന്ന് പറഞ്ഞു തരണം. കാരണം എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം ഞാനെങ്കിൽ ചേച്ചിയുടെ കുറേ ഡാൻസിങ് റീൽസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേണു ചേച്ചി ഏത് നൃത്ത വിദ്യാലയത്തിലാണ് പഠിക്കുന്നതെന്ന് അറിയിക്കണമെന്ന്. രേണു ചേച്ചിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ ജാടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി റിപ്ലൈ കൊടുക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ അടുത്താണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ചേച്ചി ഒന്ന് കാണുന്നുണ്ടെങ്കിൽ കേരളക്കരയ്ക്ക് വേണ്ടി, അതായത് കേരളത്തിൽ നൃത്തം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ചേച്ചി പഠിച്ച ആ വിദ്യാലയത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തായാലും ദിവസങ്ങളുടെ ഇനാഗ്രേഷൻ സംഭവങ്ങൾക്കും ഒക്കെ ശേഷം രേണു ചേച്ചി കുറേ നാളുകൾക്ക് ശേഷം ഡാൻസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറേ നാൾ നമുക്കറിയായിരുന്നു പാട്ട് മാത്രം ചേച്ചി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് പാട്ടിന് മാത്രമല്ല 100% ഡാൻസിനും കഴിവുണ്ടെന്ന് രേണു ചേച്ചി നമുക്ക് മുമ്പ് കാണിച്ചു തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ അന്നും ഇന്നും ചേച്ചിക്ക് ഒരു സ്റ്റെപ്പേ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ ആലോചിക്കുന്ന അതല്ല, ചേച്ചി ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര ഇനാഗ്രേഷൻ എങ്ങനെ പോയേനെ? ഒരു സ്റ്റെപ്പ് പഠിച്ചത് കൊണ്ട് ചേച്ചി ഇപ്പോൾ ആയിരക്കണക്കിന് ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അമ്പലപ്പുറവിലെ പ്രോഗ്രാം മൊത്തം ചേച്ചി എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തൃശ്ശൂരിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളൊരു അമ്പലത്തിൽ പോയിട്ട് ആ ചേച്ചിയുടെ ഈ നൃത്ത പരിപാടികളും അതേകൂട്ട് ഗാനങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു ന്യൂസ് എന്ന് പറയുമ്പം ചേച്ചി ആണെങ്കിൽ എല്ലാവിധ പ്രോഗ്രാംസും പയറ്റി നോക്കി. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, ഫാഷൻ ഷോയ്ക്ക് ഫാഷൻ ഷോ, അഭിനയത്തിന് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നെങ്കിൽ മെഴുകുക. അഭിനയം കൂടാതെ നെഗറ്റിവിറ്റിയെ കുറിച്ച് തന്നെ നമ്മൾ പിന്നെ എടുത്തു പറയണം. നെഗറ്റിവിറ്റി ഇപ്പോൾ ചേച്ചിക്കാണെങ്കിൽ തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ഈ ഇടയ്ക്കാണെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിൽ നെഗറ്റിവിറ്റിക്ക് വേണ്ടി കുറേ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ കുറേ റിയാക്ഷൻ ചാനൽസ് ഒക്കെ എടുത്ത് വെച്ച് ട്രോൾ ചെയ്യുക, ആൾക്കാരുടെ മുമ്പിൽ ചേച്ചിയാണെങ്കിൽ കുറ്റക്കാരിയാക്കി അവിടെ അങ്ങ് നിർത്തി. അതുകൊണ്ട് തന്നെ ആ നെഗറ്റിവിറ്റിയൊക്കെ ഇപ്പോൾ ചേച്ചിക്ക് തന്നെ തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. പഴയതുകൊണ്ടുള്ള വ്യൂവർഷിപ്പ് സംഭവങ്ങളൊന്നും ചേച്ചിക്ക് കിട്ടുന്നില്ല. ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പണ്ടൊക്കെ ആയിരം ഒന്നുമല്ല ലക്ഷങ്ങൾ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന റീൽസിനൊക്കെ ഇപ്പോൾ 1000 വ്യൂസ് പോലും കഷ്ടിച്ചൊക്കെയാണ് കിട്ടുന്നത്. അതായത് രേണു ചേച്ചിയുടെ നെഗറ്റിവിറ്റി റീച്ച് ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ താൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് ചേച്ചി ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് പിടിച്ചു തുടങ്ങി. നെഗറ്റിവിറ്റി കിട്ടുന്നില്ല. അതായത് കരഞ്ഞുകൊണ്ട് ചേച്ചി എന്തെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയെന്ന് ചേച്ചിക്ക് മനസ്സിലായതുകൊണ്ട് ചേച്ചി നേരെ നെഗറ്റിവിറ്റി പിടിച്ച്. അപ്പോൾ നെഗറ്റിവിറ്റി പിടിക്കുമ്പോൾ റിയാക്ഷൻ ചാനൽസ് റോസ്റ്റ് ചെയ്താലും ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അമ്മാതിരി തൊലിക്കട്ടിയില്ലേ. എന്തായാലും അതിപ്പോൾ ക്ലിക്ക് ആവാതെ ചേച്ചിയുടെ വ്യൂവർഷിപ്പ് ഒക്കെ കുറഞ്ഞപ്പോൾ ചേച്ചി പിന്നെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ട്. എന്തിനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ നാടകവും ആ സംഭവങ്ങളും എല്ലാവർക്കും പിടികിട്ടി. ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് കരയുന്ന എന്തിനാന്നും ഇതേപോലെ നെഗറ്റിവിറ്റി വാരി വിതറുന്ന എന്തിനാന്നും കാശ് ആ ഒരു മൈൻഡിന് വേണ്ടി തന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ രേണു ചേച്ചി വിചാരിക്കുന്നത് എന്താ, ആൾക്കാരൊക്കെ ഇപ്പോഴും ഇതൊക്കെ അങ്ങ് വിശ്വസിക്കുക. രേണു ചേച്ചി എന്ത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ പറഞ്ഞാലും വിശ്വസിക്കാനും രേണു ചേച്ചിയെ തലയെടുത്ത് വെച്ചിട്ട് നടക്കാനും ചേച്ചിക്ക് കൊടി പിടിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന്. ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. 1-2 ആൾക്കാരുണ്ട് ചേച്ചിക്ക് എന്ത് പറഞ്ഞാലും കൊടി പിടിക്കാൻ വേണ്ടി. പക്ഷേ കൂടുതൽ ആൾക്കാരും ചേച്ചിയുടെ കള്ളങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞു. എന്തായാലും ഞാൻ പറയുന്നത് കൊണ്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ആ റീൽസ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുക. പപ്പായ്ക്കും അമ്മയ്ക്കും സുഖമില്ല. ഞാനാണ് വീട് നോക്കുന്നത്. എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ. ഓക്കെ, സംഭവമൊക്കെ ശരിയാണ്. അവിടെ ആണെങ്കിൽ രേണു ചേച്ചി ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയതാ. കാര്യമൊക്കെ ശരിയാണ്. ഇപ്പോൾ ആൾക്കാർ, അതായത് എൻ്റെ വീഡിയോയിൽ കൂടെ ആയാലും ഈ ഒരു വീഡിയോ കണ്ടവരെല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന ഈ കാര്യം, പാവം രേണു അവിടെ കരയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ സെന്റിമെന്റ്സ് വർക്കൗട്ടായി കാണും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പം, എന്തായാലും എനിക്കറിയാം ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ആക്ഷൻ്റെ സംഭവങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കമൻറ്റ് ബോക്സും ഫുള്ളും ഇതിൻ്റെ പേരും പറഞ്ഞ് തെറിവിളി കാണും. ഉറപ്പായിട്ടും തെറിവിളി ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം,
രേണു സുധി സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും പറ്റിക്കുക. എന്റെ സെന്റിമെന്റ്സ് കാരണം റീച്ച് പിടിച്ചു പറ്റാൻ വേണ്ടി ചേച്ചി പലവിധ പരിപാടികളും നോക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയാൻ വേണ്ടി നെഗറ്റിവിറ്റി വാരി വിതറാൻ വേണ്ടി ഓരോ റീൽസ് ഇടുമ്പോൾ പോലും സുധിച്ചേട്ടന്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വന്നാൽ ഇടുന്നത്. കാരണം എന്തിന്? അത്രയും തെറിവിളി കുറഞ്ഞിരിക്കാൻ വേണ്ടി. അങ്ങനെ മുതലാക്കുന്ന രേണു ചേച്ചി ഇവിടെ വന്നൊരു സെന്റിമെന്റ്സ് ഇടുമ്പോഴേക്ക് കരയാൻ വേണ്ടി അത്ര മണ്ടന്മാരൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യൂവേഴ്സ്. ഇപ്പൊ അങ്ങനെ കരയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇപ്പൊ കുറെ നാൾ കൊണ്ട് രേണു ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കാണുന്നവർക്ക് അറിയാം ചേച്ചി എങ്ങനത്തെ റീൽസ് ഇടുന്നതെന്ന്, നെഗറ്റിവിറ്റി ഏതൊക്കെ വിധത്തിലാണ് വാരി വിതറുന്നതെന്നും. ചേച്ചി ഇപ്പൊ കൈത്തറയിലും തട്ടയിലും ഒന്നും അല്ല. അങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നേരെ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ വ്യൂസ് കുത്തനെ ഇറങ്ങുന്നു, അതേകൂട്ട് തന്നെ ആൽബംസിന്റെ വ്യൂസ് ഒക്കെ കുത്തനെ ഇറങ്ങുന്നു, വ്യൂവർഷിപ്പ് ഒക്കെ കുറഞ്ഞു വരുന്നു. അത് കാണുമ്പോൾ ആരായാലും അവിടെ പുതിയൊരു ഇതും കൂടെ പായിട്ടും, പ്രത്യേകിച്ച് രേണു ചേച്ചി ആയതുകൊണ്ട്. പാട്ടിന് റീച്ച് കുറഞ്ഞെന്ന് കണ്ടപ്പോൾ ഡാൻസ് എടുത്തിട്ട്, ഡാൻസിന് റീച്ച് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അഭിനയം എടുത്തിട്ട്, എല്ലാത്തിനും റീച്ച് കുറയുന്നതെന്ന് കണ്ടപ്പോൾ നെഗറ്റിവിറ്റി വാരി വിതറി. ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് സെന്റിമെന്റ്സ് ട്രാക്ക് പിടിച്ചേക്കുന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം. എന്തായാലും ഇപ്പോൾ ഈ വ്യൂവേഴ്സിനൊക്കെ കുറച്ച് ബോധമൊക്കെ ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി കാണിക്കുന്നതിനൊക്കെ വിമർശിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രേണു ചേച്ചി ഈ സെന്റിമെന്റ്സ് ട്രാക്ക് ഒന്നും ഇപ്പോൾ വർക്കൗട്ട് ആകത്തില്ല. ചേച്ചി മാറ്റിപ്പിടി, വേറെ എന്തെങ്കിലും ഐറ്റം നോക്ക്. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത് കൂട്ട് തന്നെ ചേച്ചി എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഇടുമ്പം അവിടെ തെറിവിളി കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് അവിടെ ഇടും. സ്വാഭാവികം. ചില റീൽസിലൊക്കെ സുധിച്ചേട്ടൻ്റെ മുഖം കാണിക്കുന്ന ചേച്ചി, ചില വീഡിയോയിലൊക്കെ മക്കളുടെ പേരും പറഞ്ഞ് തെരുവിളി കുറച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന രേണു ചേച്ചി. ഇവിടെ ഇപ്പോൾ ചേച്ചി ഇട്ടേക്കുന്ന ഒരു ട്രാക്ക് അത് തന്നെ, മക്കളുടെ പേരെടുത്ത് അങ്ങ് ഇട്ട്. അപ്പോൾ ആ മക്കളുടെ പേരിൽ കുറേ പേർക്ക് സെന്റിമെന്റ്സ് വർക്കൗട്ടായിട്ട് രേണു ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മെന്റാലിറ്റി തോന്നുമല്ലോ. ഒരിക്കലും എൻ്റെ വീഡിയോ കാണുന്നിടത്ത് ഞാൻ പറയാം, ഒരിക്കലും അത് തോന്നിയേക്കല്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ്. നെഗറ്റിവിറ്റി ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കൂടെ ചേച്ചി എടുത്ത് വെച്ച് അലക്കുന്ന കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ സെന്റിമെന്റ്സ് ഇവിടെ വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് ഈ വീഴാൻ പോകരുത്. കാരണം സഹായിച്ചവരെ തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം ചേച്ചിയുടെ, സഹായിച്ചവരെ തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും അറിയാമായിരിക്കുമല്ലോ ഫിറോസിക്കയും ബിഷപ്പിനെ. ഫിറോസിക്ക അങ്ങ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. അതായത് ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ചേച്ചി ആണെങ്കിൽ ഇഷ്ടംപോലെ തെറിയൊക്കെ വിളിച്ച് പുള്ളിക്കാരനെ അങ്ങ് എടുത്തിട്ട് അലക്കി. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ ഗതി കെട്ടിട്ട് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് രേണു ചേച്ചിയുടെ കുറേ കാര്യങ്ങൾ അങ്ങ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞ് പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ച്. സഹായിച്ചവരെ തിരിഞ്ഞു കൊത്താൻ ഒരു മടിയുമില്ലാത്ത രേണു ചേച്ചിയെ ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കാൻ പോവല്ലേ. എനിക്ക് അത്രേ പറയാൻ ഒക്കത്തുള്ളൂ. ഇനി അഭിനയത്തിൽ നിന്ന് നേരെ പാട്ടിലോട്ട് നോക്കി, പാട്ടിൽ നിന്ന് നേരെ ഡാൻസിലോട്ട് വന്ന്, എങ്കിൽ പോലും ചേച്ചി വന്ന വഴി മറക്കുന്ന ആളല്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ ചേച്ചി വന്ന വഴി ഒരിക്കലും മറക്കുന്ന ഒരാളല്ല. അന്നും പറഞ്ഞ് നമുക്ക് കുറ്റം പറയാനും ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ പഴയ ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി ചേച്ചിയുടെ പഴയ ഗാനം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പാട്ടും കൂടെ കേൾക്കാം. ഓ എനിക്ക് വയ്യ, സകലകല വല്ലഫയാന്നല്ലോ ചേച്ചി. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, അഭിനയത്തിന് അഭിനയം, എന്തൊക്കെയാന്ന് നോക്കിക്കോണേ. ഈ പാട്ട് സത്യം പറഞ്ഞ ചേച്ചി എവിടുന്നാ ചേച്ചി പഠിക്കുന്നേ? ഒന്ന് പറഞ്ഞു തരണേ. ഇവിടെ പാട്ട് കച്ചേരി വരുന്നുണ്ട്, ഉറപ്പായിട്ട് ചേച്ചിയെ ഞാൻ വിളിച്ചിരിക്കും. നല്ല പാട്ട് കേട്ട് പഠിക്കാൻ. പൊന്നു ചേച്ചി, ഒരു പാട്ടിനെ എങ്ങനെയൊന്നും കുത്തി നോവിക്കരുത്. ഈ പാട്ട് പഠിച്ചവരെ എന്തോ പറയണം നമ്മള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ചേച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പാട്ടൊക്കെ കേട്ടിട്ട് അവർ പിന്നെ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന എന്തോ അതൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയും പാട്ട് പഠിച്ചവർക്ക് ഇവിടെ പരിപാടി കുറവും. പക്ഷേ ഇതേ കൂട്ട് പാട്ടിനെ കുത്തി നോവിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടം പോലെ ഇനാഗ്രേഷൻസ്. എന്തായാലും ഇതൊക്കെയാണ് തൃശ്ശൂർ അമ്പലത്തിൽ മെയിനായിട്ട് നടന്നിട്ടുള്ള ചേച്ചിയുടെ പ്രോഗ്രാംസിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എടുത്തിട്ടില്ലാത്ത കുണ്ടറയിലെ ഒരു ഡാൻസും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നോക്കിക്കോ. പാവം, എന്തായാലും രേണു ചേച്ചിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് കൊണ്ട് എന്തോ ഒരു ഇനാഗ്രേഷൻസ് ചേച്ചിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് നോക്കിക്കോണേ. ഒറ്റ സ്റ്റെപ്പേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എത്ര ഇനാഗ്രേഷൻ ഇപ്പോൾ ഓൾറെഡി ഇത്രയും നാൾ കൊണ്ട് തന്നെ എത്ര ഇനാഗ്രേഷൻ കഴിഞ്ഞാണ് ആ ഒരു ഒറ്റ സ്റ്റെപ്പ് ഡാൻസ് കൊണ്ട്. ചേച്ചിയുടെ അവസ്ഥ ഒരു വല്ലാത്ത കഷ്ടമാണ്. ഡാൻസ് കണ്ട് പഠിക്കാനും വയ്യ, എങ്കിലും ആ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഇഷ്ടംപോലെ ഇനാഗ്രേഷൻസ് ചെയ്യാൻ വേണം. ഈ ഒരു ഡാൻസും ചേച്ചിയുടെ ഈ ഒരു പാട്ടും കേൾക്കാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചേച്ചി തന്നെ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു 1000കണക്കിന് വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. അതെങ്ങനെ കണ്ടാൽ പോരെ. ചുമ്മാ എന്തിനാ ഇത് വിളിച്ച് ഇത്രയും രൂപയും കൊടുത്തിട്ട് ഈ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി. ഒന്നെങ്കിൽ വസീകര അല്ലെങ്കിൽ സോനാ കിത്തന സോനാഹേ, ഈ 2 പാട്ടേ ചേച്ചി മെയിനായിട്ട് പാടത്തുള്ളൂ. രേണു ചേച്ചി എടുത്ത് എനിക്ക് പറയാനുള്ള, ഇനിയെങ്കിലും ഒരു ഇനാഗ്രേഷന് പോകുമ്പം പ്ലീസ് ഒരു ഡാൻസിന് ഒരു സ്റ്റെപ്പെങ്കിലും പഠിച്ചുകൊണ്ട് പോകണം. അതേകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ വെറൈറ്റി പഠിച്ചുകൊണ്ട് പോകണം. ഇത് ഒരു പാട്ട് കൊണ്ട് 1000 ഇനാഗ്രേഷനും ഒരു സ്റ്റെപ്പ് കൊണ്ട് 1000 പാട്ട്.
എന്തുവാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ചേച്ചി പറഞ്ഞേക്കുന്ന അടുത്ത മാർച്ച് വരെയുള്ള എല്ലാ ബുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ഈ മാർച്ചിൻ്റെ അവസാനം വരെയുള്ള എല്ലാ ഇനാഗ്രേഷൻസും ചേച്ചി ഈ ഒരു സ്റ്റെപ്പും ഈ ഒരു പാട്ടും കൊണ്ട് അങ്ങ് തീർക്കുമെന്ന്. ഇനിയിപ്പോൾ അത് കഴിയണം, പുതിയ സ്റ്റെപ്പും പുതിയ പാട്ടും ഒക്കെ പഠിക്കണമെങ്കിൽ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്കിനി വയ്യ ഇങ്ങനത്തെ രേണു ചേച്ചിയുടെ റീൽസ് കാണാൻ വേണ്ടി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും ചെയ്തേക്കാം, അതേവിട്ട് തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കാം, അതേവിട്ട് തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം, ഹൈപ്പിലും ഞെക്കിയേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയക്കാൻ മറക്കല്ലേ. രേണു ചേച്ചിയെ സംബന്ധിച്ചുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ വൈസ് അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് കാണാൻ തരാം. എല്ലാവർക്കും ബൈ.